നമസ്കാരം. കഥമം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഡിസംബർ 8 തിങ്കളാഴ്ച സങ്കടഹാര ചതുർത്ഥിയാണ്. സങ്കടഹാര ചതുർത്ഥിക്ക് നമ്മൾ വ്രതം അനുഷ്ഠിച്ച് ഗണപതി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ നമ്മളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഇല്ലാതെയാകും എന്നാണ് വിശ്വാസം. സങ്കടഹാര ചതുർത്ഥിക്ക് നമ്മളുടെ വീട്ടിനടുത്തുള്ള ഗണപതിയുടെ അമ്പലത്തിൽ ചെന്ന് തൊഴുകയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഗണപതി ഭഗവാന്റെ ഫോട്ടോവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയോ ചെയ്യാം. ഭഗവാന് നൈവേദ്യമായിട്ട് നമ്മൾ മോദകമോ പാലോ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അരുകമ്പുല്ല് വെച്ച് വേണം പൂജിക്കാനായിട്ട്. ഒരിക്കൽ ഗണപതിയും മുരുകനും അവരുടെ പടതളപതികളും കൂടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവന്മാരെല്ലാവരും അവരെ കണ്ട് ആനന്ദിക്കുകയായിരുന്നു. ആ സമയത്ത് ചന്ദ്രനും അത് കണ്ട് ഗണപതിയുടെ രൂപത്തെ കളിയാക്കുകയും അങ്ങനെ ഗണപതിക്ക് ദേഷ്യം വന്ന് ഗണപതി ചന്ദ്രഭഗവാന്റെ പ്രകാശം മുഴുവൻ പോകട്ടെ എന്ന് ശപിച്ചു. ചന്ദ്രഭഗവാൻ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചെങ്കിലും ശാപവിമോചനം മാത്രം കിട്ടിയില്ല. അവസാനം വർഷങ്ങളോളം പ്രാർത്ഥിച്ച് ഗണപതിൻ്റെയും തന്നെ ശാപവിമോചനം കിട്ടിയതിന് ശേഷമാണ് ചന്ദ്രഭഗവാന് ഈ വളർപ്പിറയും തേയ്പിറയും ഉണ്ടായത് എന്നാണ് പുരാണ കഥകളിൽ പറഞ്ഞിട്ടുള്ളത്. സങ്കടഹാര ചതുർത്ഥി എല്ലാ മാസവും വരുന്നുണ്ട്. സങ്കടഹാര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ചിങ്ങമാസത്തിൽ വരുന്ന സങ്കടഹാര ചതുർത്ഥി ദിവസം, അത് കാലണ്ടറിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ, ആ ദിവസം മുതൽ അനുഷ്ഠിക്കാവുന്നതാണ്. എല്ലാ മാസവും ഇതേ സങ്കടഹാര ചതുർത്ഥി വരുന്നുണ്ട്. ആ ദിവസങ്ങളിൽ നമ്മൾ വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മളുടെ സങ്കടങ്ങളെല്ലാം മാറ്റിത്തരും എന്നാണ് വിശ്വാസം. ഏവർക്കും നല്ലത് വരട്ടെ, നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.